വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലത്തെ ഒന്ന് പുറത്തു പറയാതിരിക്കുന്നത് ഇന്നലെ സ്റ്റാർട്ടിങ്ങിന് ജാൻമണി കഴിച്ചോണ്ടിരുന്നപ്പോൾ അർജുൻ എന്തൊരു ടേം പറഞ്ഞു, ലൈക്ക് എത്ര പൂരി കഴിച്ചു എന്ന് ജിൻറ്റോനോട് ചോദിച്ചിട്ട് 6 + 2 8 പൂരി കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ 1 more പൂരി. അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും, I'm not using this term because this is a social media platform, so I don't want to use this term in front of everybody. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ജാൻമണിക്ക് ഇത് ഭയങ്കര വിഷമമായി. അത് എന്ത് തന്നെ ആണെങ്കിലും മിസ്റ്റേക്ക് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഹുഎവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ജാൻമണി പറഞ്ഞിട്ടുണ്ടെങ്കിലും അർജുൻ അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യുമ്പോൾ എന്നിട്ട് ഒന്നും അറിയാത്തല്ലോ, ആരാ പറഞ്ഞേ, എന്താ പറഞ്ഞേ, ഇങ്ങനെയാ പറഞ്ഞേ എന്നുള്ള മട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ജാൻമണി വന്നത് എല്ലാവരും മുമ്പിലും വെച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയാം, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിനെ എന്ത് നമ്പറാണ് യൂസ് ചെയ്യണേ എന്നുള്ളത്, അത് ദയവേദി യൂസ് ചെയ്യരുത് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് എന്ത് ചെയ്തു വെച്ചാൽ നൂറനെ നോക്കി പറഞ്ഞു, വേണോ വള്ളി കയറി പിടിക്കാൻ. ശ്രീരേഖ ഇമീഡിയറ്റ്ലി ആയിട്ട് ചോദിച്ചു, നൂറയാണോ പറഞ്ഞത്? കഴിഞ്ഞ് വള്ളി കയറി പിടിച്ച് തൂങ്ങി നിൽക്കുമ്പോഴാണ് അടുത്ത വള്ളി ജാസ്മിനെയും കയറി പിടിച്ചു. ഈ മൊത്തത്തിൽ ഈ 2 വള്ളികളും കയറി പിടിച്ചു. ബിക്കോസ് അവർ നോക്കി പറഞ്ഞത് ഇവരെയാണെന്നൊക്കെ പറഞ്ഞ എല്ലാം ഞങ്ങൾക്കറിയണം പറഞ്ഞു. പക്ഷെ ജാൻമണി പറഞ്ഞില്ല, വേറെ ആരും പറഞ്ഞില്ല. ബിഗ് ബോസ് അതിന് വാർണിംഗ് കൊടുത്തു, ഇങ്ങനത്തെ സെൻസിറ്റീവായ കാര്യങ്ങൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കേണ്ട, സോ ഇതോടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു വാർണിംഗും കൂടെ കൊടുത്തു. അപ്പൊ പിന്നെ ഓക്കെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. പിന്നെ ഈ വള്ളിക്കയറി കുറച്ചു നേരം തൂങ്ങുന്നുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ എന്താണ് നമ്മുടെ നൂറ കരയുന്നുണ്ടായിരുന്നു. അഭിഷേക് കൺവിൻസ് ചെയ്യാൻ പോയിട്ടും കൺവിൻസ് ആയില്ല. ബിക്കോസ് യൂഷ്വൽ ആണല്ലോ, അങ്ങനെ യൂഷ്വൽ ആയിപ്പോയി. അത് കഴിഞ്ഞതുമാണ് ജയിൽ നോമിനേഷൻ. സോ പവർ ടീം എല്ലാവരും ചേർന്ന് ഇരുന്നിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യണം. സോ 1 member വാസ് നൂറ, ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് നോമിനേറ്റ് ചെയ്തത് ആസ് യൂഷ്വൽ ജാസ്മിൻ. പിന്നെ ഇതിന്റെ നടുവിൽ ഇങ്ങനെ ജാൻമണി ഇങ്ങനെ ഓവർ ആക്കി എന്ന് പറഞ്ഞപ്പോൾ വന്നിരുന്ന് സിബിൻ കുറച്ച് ഓവർ ആവണ്ടായിരുന്നു. അതിന് സിബിൻ ഓവർ ആകുമ്പോൾ ജാസ്മിൻ ചുമ്മാ ഇരിക്കില്ലല്ലോ, ഓ വേസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്താ പറഞ്ഞതും സിബിൻ ഇങ്ങനെ വേറെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ച് എന്തൊരു ആക്ഷൻ കാണിച്ചു. സോ അഗൈൻ ഐ എം നോട്ട് ഡൂയിങ് ദിസ് ബിക്കോസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെ കാണിച്ചതും ജാസ്മിൻ എന്നിട്ട് ഞാൻ ചെയ്തിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ വലിയ നന്മമരം കളിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ സോറി, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റിൽ ബിഗ് ബോസ് അതിന് വാർണിംഗ് കൊടുത്തു. ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കണം, ഇത്രയും സോറി പറഞ്ഞിട്ടും വാർണിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 hour കുറെ കാണിക്കുന്നില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താ നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ലാലേട്ടൻ വന്ന് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും എന്നുള്ള വാർണിംഗും കൂടെ കൊടുത്തു. ഇതുവരെ ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുത്തു. അപ്പൊ അതുപോലെ എന്തോ നടന്നിട്ടുണ്ട്. സിബിൻ പ്രൊവോക്ക് ചെയ്യാത്ത ആളും അങ്ങനെ നന്മമരമൊന്നും അല്ലല്ലോ. സിബിൻ കയറി എത്ര വേണേലും പ്രൊവോക്ക് ചെയ്യാം. ജാസ്മിനും കയറി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ജാസ്മിനും പ്രൊവോക്ക് ആവുന്നുണ്ടല്ലോ. ആയാലും ഇങ്ങനത്തെ തെറിയോ ഇങ്ങനത്തെ ആക്ഷൻസോ ഒന്നും കാണിക്കുന്നില്ല. ജാസ്മിനും വിട്ടതൊന്നും അല്ല. രണ്ടും കട്ടയ്ക്ക് നിൽക്കണവരാകുമ്പോൾ ഇങ്ങനത്തെ വാക്കും ഇങ്ങനത്തെ തെറിയും ഒന്നും പറയാണ്ടിരിക്കണതാണല്ലോ അത്. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഭയങ്കര ആവേശവും, ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ ഭയങ്കര കൂളായിരിക്കും, ഭയങ്കര കാമായിരിക്കും പറഞ്ഞു. എവിടെ പോയി ആവേശമൊക്കെ? പിന്നെ ഉള്ളിൽ കയറിയതും എല്ലാം കഴിഞ്ഞോ? ഉള്ളിൽ കയറി കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ അതിൻ്റെ കഷ്ടവും അതിൻ്റെ ബുദ്ധിമുട്ടും എന്താ എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് നമ്മൾ എന്തായാലും പിന്നെ ജയിലിന് ഇവർ 2 പേരെ ആക്കി. ഇവർ 2 പേരെയും ആക്കിയതും ക്യാപ്റ്റൻസിയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ശ്രീതു, ജിൻറ്റോ ആൻഡ് ദെൻ നന്ദന. സോ ഇതിൽ ഫാനിൽ കുറെ കപ്സ് ഉണ്ടാകും, ബോൾ ഉണ്ടാകും, ഇങ്ങനെ ടേബിളിൽ എറിഞ്ഞ് അത് ഫാൻ തിരിയുന്ന ഫാനായിരിക്കും. സോ ഹെൽപ്പ് ചെയ്യാൻ ശ്രീതുവിന് നിന്നത് ഗബ്രി, ജിൻറ്റോനും ആസ് യൂഷ്വൽ സെബൻ, നമ്മുടെ നന്ദനയ്ക്കും ഒരു കൂട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവർ 3 പേർക്കും എല്ലാവരും ഇങ്ങനെ ബോൾസ് ഒക്കെ എടുത്ത് കൊടുക്കണം. നന്ദനയ്ക്ക് സായായിരുന്നല്ലോ, അപ്പോൾ ഇവര് എല്ലാവരും എടുത്തു കൊടുക്കണം. ശ്രീതു സ്മാർട്ട്, അവളെന്നെ ഞെട്ടി, ഞാനോട് ഇട്ടു എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ശ്രീതു ക്യാപ്റ്റനായി. സോ ദാറ്റ് വാസ് നൈസ്. നെക്സ്റ്റ് ഗോൾഡ് വിന്നറിന്റെ ഒരു കുക്കിംഗ് ടാസ്ക് കൊടുത്തു, സിമ്പിൾ ലൈക്ക് കുക്കിംഗ് ടാസ്ക് കൊടുത്തു. ആൻഡ് അതിലൊരു ടീം ചെയ്യിച്ചു. പിന്നെ എല്ലാവർക്കും ഗോൾഡ് വിന്നറുടെ ഫുഡ് ഇങ്ങനെ സ്നാക്സ് പഴംപൊരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കഴിച്ചു. ജയിലിലേക്ക് കയറി നൂറനെയും ജാസ്മിനെയും ഇട്ടു. പിന്നെയാണ് ഒന്നും പറയണ്ട, മതിയായി. അവർക്ക് ഈ മാല കോർക്കണ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി പിടിച്ച് ജിൻറ്റോ കയറി എല്ലാവരും ആർക്കും ഓർക്കൂല. ഇവർ 2 പേരും ജയിലിൽ കിടന്നത് ആർക്കും ഓർക്കൂല. ബിക്കോസ് എല്ലാവരും അതിൻ്റെ ചുറ്റിയിരുന്ന് ലൈക്ക് എല്ലാവരും ഒന്ന് ഒളിഞ്ഞു കേൾക്കുക, എന്താ പറയണ എന്താ സന്തോഷം സിബിന്റെ ഗ്യാങ്ങിനും ഒക്കെ. ഇപ്പൊ സിബിൻ ഗ്യാങ് ആയിപ്പോയി. എല്ലാവരും ഗ്യാങ് ആയിട്ടിരുന്ന് ഇരുന്ന് ചിരിക്കുക. ജാസ്മിനും വിട്ടാക്കുന്നില്ല, ജാസ്മിനും ഒരു നിമിഷത്തിനും മിണ്ടാതിരിക്കുന്നില്ല, കയറി ചൊറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ചൊറിച്ചൽ മാത്രമായിപ്പോ ഈ വീക്ക്. എന്തോ ഭാഗ്യത്തിന് ജിൻറ്റോ
ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയില്ല ശ്രീധു ആയി. ശ്രീധുവിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാവുമെന്നും കൂടെ നോക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിലുണ്ട്, അതുകൊണ്ടായിരിക്കും ഒരു പൊടിക്കെങ്കിലും ഒതുങ്ങിയിരിക്കണേ തോന്നുന്നു. നല്ല ട്വിസ്റ്റും ടേണും ആയിട്ടുള്ള എലിമിനേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ചൂട് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇൻ Disney+ Hotstar.